ഇന്ത്യയിലെ മുസ്ലിം സംരക്ഷണത്തിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ അരികിലകപ്പെട്ട മനുഷ്യരുടെ സംരക്ഷണത്തിലൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സവിശേഷമായ പ്രസക്തി ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അത്തരത്തിലൊരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഏത് രീതിയിലുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് റഹീം ക കാണുന്നത്? ഇങ്ങനെയുള്ള ന്യൂനപക്ഷ വിഷയങ്ങളൊക്കെ വരുന്ന അവസരത്തിൽ മാതൃകാപരമായ ഒരു സമീപനമാണ് ഇടതുപക്ഷം കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ അറിയാം, നമുക്ക് പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ 14 ജില്ലകളിലും യോഗം വിളിച്ചു കൂട്ടി എല്ലാ വിഭാഗം ആളുകളെയും ഒന്നായി ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, മുസ്ലിം വിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത മത സംഘടനകൾ ഒരേ വേദിയിൽ അവർ വരാറുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടത് വരുന്നത് കോഴിക്കോട് ഹജ്ജ് ഹൗസ് നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടന വേളയിലാണ്. VS അച്യുതാനന്ദനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ സദസ്സിലാണ് ഈ വ്യത്യസ്ത മേഖലയിലെ എല്ലാ ആളുകളും കൂടി ഒരു വേദിയിൽ വരാനുള്ള ഒരു സന്ദർഭം ഉണ്ടായത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ പ്രശ്നങ്ങൾ വരുമ്പം, പ്രയാസങ്ങൾ വരുമ്പം, അത് പൗരത്വത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റേതൊരു വിഷയത്തിലാണെങ്കിലും ഇടതുപക്ഷം സ്വീകരിക്കുന്ന ഒരു സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു മടിയും കൂടാതെ അവരുടെ ആദർശത്തിനനുസരിച്ച് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സിലെത്തുമ്പം അവരുടെ ഉള്ളിൽ തന്നെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാരണം ആ ഒരു കാര്യത്തിൽ ദൃഢമായ ഒരു സമീപനം സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് വളരെ പ്രകടമായിട്ട് കേരളത്തിൽ ഈ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ചില പ്രശ്നങ്ങളുണ്ടായി, ബുൾഡോസർ രാജുണ്ടായി, മറ്റിടങ്ങളിലൊക്കെ ഉണ്ടായി ബുൾഡോസർ രാജ്. ആ സമയത്ത് ആദ്യം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് നടപ്പാക്കാൻ പിന്നീട് അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷെ കേരളത്തിലാണെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാവുക. ആ ദൃഢതയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്തിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കേരള നിയമസഭയുടെ ഒരുപാട് പ്രമേയങ്ങൾ തന്നെ എടുത്താൽ അറിയാം. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്ന് ഏകകണ്ഠമായി പ്രമേയം എടുത്തിട്ടുള്ള ഒരു നിയമസഭയാണ് നമ്മുടെ നിയമസഭ. പക്ഷേ ഏക സംസ്ഥാനമാണ്. അതുപോലെ തന്നെ CAA കാര്യത്തിലാണെങ്കിലും ഏതൊരു വിഷയത്തിലും വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് പോകുന്നുണ്ട്. പ്രതിപക്ഷത്തിന് പോലും എതിർക്കാൻ സാധിക്കില്ല. അവർ ഇറങ്ങിപ്പോകാന്നല്ലാതെ ആ കാര്യത്തിൽ നിന്ന് അവർ എതിർത്തിട്ടില്ല. അപ്പോൾ അവരെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ളൊരു സമീപനം കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡിനേ ചെയ്യാൻ അപ്പുറത്തുള്ളവർക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ പുറത്ത് കോൺഗ്രസ് അതല്ല. കേരളത്തിൽ അവർക്ക് അനുകൂലിക്കാൻ സാധിച്ചില്ല, വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോയി തന്നെയെങ്കിലും സഹായിക്കും. പക്ഷേ വടക്കേ ഇന്ത്യയിലല്ല, കൃത്യമായിട്ട് അവർ ഇത്തരം സമീപനങ്ങൾക്കുള്ള എതിരായിട്ടുള്ളൊരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കോലീബി സഖ്യം. നമുക്കറിയാം, ബേപ്പൂരിലും വടകരയിലുമൊക്കെ പരീക്ഷിച്ചതാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് അത്തരത്തിലുള്ള ഒരു പരിശ്രമം അതിൻ്റെ പുറകിൽ നടക്കുന്നു എന്ന് സംശയിക്കുന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷത്തിന് അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കുമെന്ന് കരുതുന്നുണ്ടോ? പ്രയാസം സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ആദ്യമുണ്ടായ BJPയുടെ MP, ആദ്യം കേരള നിയമസഭയിലേക്ക് ഉണ്ടായ ഒരു MLA, ആ വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് അവർ അസംബ്ലിയിലും പാർലമെൻറ്റിലും എത്തിയതെന്നുള്ളത്. LDFൻ്റെ വോട്ട് അവിടെ കുറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ UDFൻ്റെ വോട്ടിൽ നിന്ന് അപ്പുറം പോയി എന്നുള്ളത് ഈ 2 തെരഞ്ഞെടുപ്പുകളും ബഹുമാനോട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പം ഈ UDFൻ്റെ പിന്തുണ ഇല്ലാതെ BJPക്ക് ഇവിടെ കടന്നു വരാൻ സാധിക്കില്ല. അതൊരു നേരത്തെ ബേപ്പൂർ ഹംസയാണ് അവിടെ ജയിച്ചത്. അതുപോലെ തന്നെ ഈ വടകരയിൽ ഇതൊരു പരീക്ഷണമാണ് ഇതിനകത്ത്. അതിന് മുമ്പേയും EMS മത്സരിച്ച അവസരത്തിലൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ. അപ്പോൾ അന്ന് ആ ഒരു സംവിധാനത്തിൽ നിന്നിട്ടുന്ന ഒരാൾ എന്നുള്ള എനിക്കിത് വളരെ വ്യക്തമായി നന്നായിട്ട് അറിയാം ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അന്ന് മറക്കുള്ളിലായിരുന്നു, ഇപ്പം മറക്ക് പുറത്ത് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം.